സങ്കീർത്തനങ്ങളുടെ പുസ്തകം 106 അധ്യായം 23 വാക്യം നമ്മൾ വായിക്കുന്നു. അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തു. അവിടുന്ന് തിരഞ്ഞെടുത്ത മോശ ജനത്തിന് മറയായി. അവിടുത്തെ മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നു എങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു. അവരെ നശിപ്പിക്കുമെന്ന് ദൈവം അരുൾ ചെയ്തു. അവിടുന്ന് തിരഞ്ഞെടുത്ത മോശ ജനത്തിന് മറയായി. അവിടുത്തെ മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു. നമ്മൾ 106 സങ്കീർത്തനത്തിലൂടെയുള്ള യാത്രയിലാണ്. 106 സങ്കീർത്തനത്തിൽ പൂർവ്വപിതാക്കന്മാർ പാപം ചെയ്തു, എന്നാൽ ദൈവം അവരോട് കരുണ കാണിച്ചു. അതാണ് 106 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നത്. സങ്കീർത്തകൻ പറയുന്നത് അവൻ്റെ പൂർവ്വപിതാക്കന്മാർ പാപം ചെയ്തു പോയി. എങ്ങനെയാണ് അവർ പാപം ചെയ്തത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, പ്രത്യേകിച്ച് ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്കുള്ള അവരുടെ യാത്രയ്ക്കിടയിൽ ചെയ്ത പാപത്തെക്കുറിച്ചുള്ള വിവരണമാണ്, പാപം ചെയ്ത വഴികളെക്കുറിച്ചുള്ള വിവരണമാണ് സങ്കീർത്തകൻ നൽകുന്നത്. ഹോറബിൽ വെച്ച് അവർ വിഗ്രഹാരാധനയിലേക്ക് വീണുപോയി. ചെറിയ പാപങ്ങളിൽ നിന്ന് തുടങ്ങി ദൈവത്തെ മറന്ന് എന്നേക്കുമായി ദൈവത്തെ ഉപേക്ഷിക്കുന്ന വിഗ്രഹാരാധനയിലേക്ക് അവർ വീണുപോയി. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം, ദൈവത്തിൻ്റെ കോപം അവരിലേക്ക് കടന്നു വരുന്നു. ദൈവം കോപിക്കുമോ? ഈ ഒരു ചോദ്യം ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ ചോദിക്കാറുണ്ട്. ദൈവത്തിന് കോപിക്കാമോ എന്നുള്ളൊരു ചോദ്യം. ഉത്തരം ഇതാണ്: ദൈവത്തിന് കോപിക്കാം. കാരണം അവിടുന്ന് സർവശക്തനാണ്, സർവകൃപാലുവാണ്. അവിടുത്തെ ക്രോധമെന്ന് പറയുന്നത് അവിടുത്തെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ്. അവിടുന്ന് എന്നേക്കുമായി നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അവിടുന്ന് കോപിക്കുന്നത്. കോപം കൊണ്ട് നമ്മളെ തിരുത്തുകയും ശിക്ഷണം നൽകുകയും വളർത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് കോപിക്കുന്നത്. അപ്പോൾ ദൈവം കോപിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം വേണ്ട. ദൈവം കോപിക്കും, ദൈവത്തിന് കോപിക്കാം. നമ്മുടെ ആരുടെയും അനുവാദം ദൈവത്തിന് ആവശ്യമില്ല. ചില ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുള്ള നിരീശ്വരവാദികളായ ആളുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടേതായ ജൽപ്പനങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന് കോപിക്കാനൊന്നും, അവരുടെയൊക്കെ അടിമയായിട്ടുള്ള, അവർ പറയുന്നത് പോലെ കേൾക്കുന്ന, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ദൈവത്തിൻ്റേത് എന്നാണ്. അത്തരത്തിലുള്ളൊരു ധാരണയാണ് അവർ പൊതുസമൂഹത്തിന് മുൻപിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ദൈവമാണെങ്കിൽ അവിടത്തേക്ക് കോപിക്കാനുള്ള അധികാരം ഉണ്ട്. ദൈവം സർവശക്തനാണെങ്കിൽ, ദൈവം സ്നേഹമാണെങ്കിൽ അവിടുന്ന് കോപിക്കും. അപ്പോൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, ദൈവം സ്നേഹവും കോപവും ഒരുമിച്ച് പോകുമോ, ക്രോധവും സ്നേഹവും ഒരുമിച്ച് പോകുമോ എന്നുള്ളൊരു ചോദ്യം വരും. അതിനുള്ള ഉത്തരം നമ്മളുടെ വീടുകളിൽ തന്നെയുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും അമ്മമാർ, അപ്പച്ചന്മാർ നമ്മളോട് കോപിക്കാറുണ്ട്. ഒരേ പാപം തന്നെ ചെയ്താൽ, നമ്മളോട് കോപിക്കുന്ന അതേ പാപം ചെയ്താൽ അപ്പുറത്തെ വീട്ടിലുള്ള പയ്യനോട്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ള മകനോട്, മകളോട് അവർ കോപിക്കാറില്ല. നമ്മളോടാണ് അവർ കോപിക്കുന്നത്. നമ്മളുടെ തെറ്റുകൾ വരുമ്പോൾ അവർ കോപിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അവർ നമ്മളോട് കോപിക്കുന്നത്. നമ്മളോട് സ്നേഹമുണ്ട്, പക്ഷെ അപ്പുറത്തെ വീട്ടിലുള്ള പയ്യനോടും അവിടുത്തെ കുട്ടിയോടും അവർക്ക് നമ്മളോടുള്ള അത്രയും സ്നേഹമില്ല. അതുകൊണ്ട് അവരെ വിട്ടുകളയുന്നു. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ഭാഗമാണ് അവിടുത്തെ കോപം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടുത്തെ ക്രോധത്തിൽ നിന്ന് നിങ്ങളെ ഓരോരുത്തരെയും മറച്ചു പിടിക്കുമാറാകട്ടെ. ആമേൻ.